ഹായ് ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രിസൺ അണ്ടർ BNSS ആണ്. അപ്പോൾ എന്താണ് പ്രിസൺ എന്ന് പറയുന്നത്? ഇൻ ലീഗൽ ടേം, prison or jail is a facility where individuals are physically confined and deprived of personal freedom under the authority of state. അതായത് ജയിൽ എന്ന് പറയുന്നത് ഒരാളെ ഫിസിക്കലി കൺഫൈൻ ചെയ്തിട്ട് അയാളുടെ പേഴ്സണൽ ഫ്രീഡത്തെ ഡിപ്രീവ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ അതോറിറ്റീനെയാണ് നമ്മൾ പ്രിസൺ അഥവാ ജയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജയിലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സബ്സിഡറി ജയിൽസും ഉണ്ട്, അതുപോലെ തന്നെ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. സബ്സിഡറി ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഡറിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന പ്ലേസിനെയാണ് സബ്സിഡറി ജയിൽ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് നമ്മൾ ജുവനൈൽസ് ആയിട്ടുള്ള തടവുകാരെ പാർപ്പിക്കുന്നത് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അതായത് JJ ആക്ട് പ്രകാരമാണ് ജുവനൈൽസിനെ നമ്മൾ തടവിലേക്ക് വിടുന്നത്. അതൊരു ജയിലല്ല, അത് മറിച്ച് ഒരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ജയിലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ്സിഡറി ജയിൽസ് ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രിസൺസ് ഇൻ ഇന്ത്യ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ലോങ് ടേമിലേക്കുള്ള തടവുകാരെ, അതായത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന തടവുകാരെയാണ് നമ്മൾ സാധാരണയായിട്ട് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കാറുള്ളത്. പിന്നീട് വരുന്നത് ഡിസ്ട്രിക്ട് ജയിലാണ്. ഡിസ്ട്രിക്ട് ജയിലിനെ ഒരു പ്രൈമറി ജയിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും ഡിസ്ട്രിക്ട് ജയിൽസ് ഉണ്ടാവും. അതായത് സെൻട്രൽ ജയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ ജില്ലകളിലേക്കാണ് നമ്മൾ ഡിസ്ട്രിക്ട് ജയിൽ ഇതാക്കുന്നത്. ഇവർ നിർവഹിക്കുന്നത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ഇത് ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്നത് സബ് ജയിൽസ് ആണ്. അതായത് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സബ് ഡിവിഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ സബ് ജയിൽ എന്ന് പറയുന്നത്. ഇവിടെയുള്ള തടവുകാർ ഷോർട്ട് ടേമിലേക്കുള്ള ഡിറ്റൻഷനിലുള്ള ആൾക്കാരായിരിക്കും. പിന്നീട് വരുന്നത് ഓപ്പൺ ജയിൽസ് ആണ്. ഓപ്പൺ ജയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാൾസ് ഉണ്ടാവില്ല, അതുപോലെ ബാർസ് ഉണ്ടാവില്ല, ലോക്ക് ഉണ്ടാവില്ല. അതായത് പ്രിസണേഴ്സിന് ഒരു ഗുഡ് കണ്ടക്റ്റിന് വേണ്ടിയിട്ട് ഒരു റീഹാബിലിറ്റേഷൻ പോലെ പ്രവർത്തിക്കുന്ന ജയിലാണ് ഓപ്പൺ ജയിൽ എന്ന് പറയുന്നത്. ഇവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത് ഇവർക്ക് അഗ്രികൾച്ചർ വർക്കുകളും അതുപോലെ തന്നെ ഔട്ട്ഡോർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ ഒരു റീഹാബിലിറ്റേഷൻ നടത്തുന്നത്. അങ്ങനെയുള്ള ജയിലാണ് ഓപ്പൺ ജയിൽസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് സ്പെഷ്യൽ ജയിലാണ്. അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഇമിനേറ്റ്സിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ ജയിൽ എന്ന് പറയുന്നത്. അതായത് ടെററിസ്റ്റുകളെയും അതുപോലെ ഹാബിച്വൽ ഒഫൻഡേഴ്സിനൊക്കെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ ജയിൽ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് വുമൻസ് ജയിലാണ്. അതായത് ഫീമെയിൽ പ്രിസണേഴ്സിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് വുമൻസ് ജയിൽ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ബോസ്റ്റൽ സ്കൂളുകളാണ്. അതായത് ജുവനൈൽസ് ആയിട്ടുള്ള ക്രിമിനൽസിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ജുവനൈൽസിന്റെ എഡ്യൂക്കേഷനും വൊക്കേഷണൽ ട്രെയിനിങ്സിനും ഒക്കെ ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിസൺ ആണ്. ട്രയലിനെ വെയിറ്റ് ചെയ്യുന്ന പ്രിസണേഴ്സ് ഉണ്ടാവാം, അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരെയും അതുപോലെ തന്നെ ഇനി ഓൾറെഡി കൺവിക്റ്റഡ് ആയ ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഒരു സേഫ് കസ്റ്റഡി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രിസണിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. പിന്നീട് വരുന്നത് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് നമ്മുടെ ജുവനൈൽസ് ആയിട്ടുള്ള ഇൻമേറ്റ്സിന് ഒരു വൊക്കേഷണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജയിലിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ ജയിലിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് ഡിറ്ററൻസ് രീതിയിലുള്ള പണിഷ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരാൾ ഒരു ക്രൈം ചെയ്തിട്ട് ഒരാളെ നമ്മൾ പണിഷ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ആ ക്രൈമിന് പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ചിന്ത ഉണ്ടാവും, ഇനി അങ്ങനെയുള്ളൊരു ക്രൈം ചെയ്യുകയാണെങ്കിൽ നമുക്കും പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിറ്ററൻസ് ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ ജയിലിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ സൊസൈറ്റീനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒഫൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ ജയിലിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേണൈസേഷൻ ഓഫ് പ്രിസൺ ആണ്. അതിനു മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് മോഡേണൈസേഷൻ ഓഫ് പ്രിസൺ എന്ന് പറയുന്നത്? നമ്മുടെ മോഡേണൈസേഷൻ ഓഫ് പ്രിസൺ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2021-26 വർഷം ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മോഡേണൈസേഷൻ ഓഫ് പ്രിസണിൽ മെയിനായിട്ട് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ BNSSന്റെ സെക്ഷൻ 530 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് വീഡിയോ കോൺഫറൻസിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ മാറ്റമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രയൽസ്, ഇൻക്വയറീസ് ഇതെല്ലാം ഇലക്ട്രോണിക് മീൻസിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അതായത് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നതായിക്കോട്ടെ, റിമാൻഡ്സ് ഹയർ ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം ഓൺലൈൻ രീതിയിൽ, അതായത് ഇലക്ട്രോണിക് മോഡിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഇവരൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻമേറ്റ്സ് ആണ്. ഇവരെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതും അതുപോലെ തന്നെ
വളരെ ദൂരെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് വലിയ കോസ്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ഈ ഇലക്ട്രോണിക് മീൻസിലുള്ള വീഡിയോ കോൺഫറൻസിങ് മോഡേണൈസേഷൻ ഓഫ് പ്രിസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മോഡേണൈസേഷൻ ഓഫ് പ്രിസണിന്റെ ഭാഗമായിട്ട് വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ പ്രിസൺ പ്രൊജക്റ്റ് ആണ്. അതായത് പ്രിസൺ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിസണേഴ്സിന്റെ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഡാറ്റാസ്, ഇതിനൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പ്രിസണേഴ്സിന് അവരുടെ ഫാമിലീനെ ഓൺലൈനിൽ മീറ്റ് ചെയ്യാനുള്ള, അതായത് വെർച്വൽ ഫാമിലി വിസിറ്റ്, ഈ മുലാഖാത്ത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് വുമൻസിൻ്റെയും ചിൽഡ്രൻസിൻ്റെയും കാര്യമാണ്. അതായത് ക്യാരിയിങ് ആയിട്ടുള്ള വുമൻസ് പ്രിസണേഴ്സ് ആണെങ്കിൽ അവരുടെ ഹെൽത്ത് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ കുട്ടികൾക്ക് 6 വയസ്സ് വരെ അമ്മയുടെ കൂടെ താമസിക്കാനുള്ള പെർമിഷനും കൂടി നൽകാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്രായം വരെ ഇവർക്ക് വേണ്ട എഡ്യൂക്കേഷനും മെഡിക്കൽ കെയർസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഇൻമേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാർഡ്സ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഹറാസ്മെന്റിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിലീസ് ഓഫ് അണ്ടർ ട്രയൽസ് ആണ്. അതായത് സെക്ഷൻ 479 ഓഫ് BNSSലാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് ഒരു അണ്ടർ ട്രയൽ പ്രിസണറിന്റെ മാക്സിമം കിട്ടാവുന്ന ഇംപ്രിസൺമെന്റിന്റെ പകുതി അയാൾ ജയിലിൽ ചെലവഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബെയിൽ കൊടുക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് ഇയാൾ ഫസ്റ്റ് ടൈം ഒഫൻഡർ ആണെങ്കിൽ ഇയാളുടെ 1/3 ഓഫ് ദ മാക്സിമം ഇംപ്രിസൺമെന്റ് പീരീഡ് ഇയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ബെയിൽ കൊടുക്കാവുന്നതാണെന്നുള്ളതാണ്. പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രൊവിഷൻസ്, അതായത് ഒരാൾക്ക് ബെയിൽ കൊടുക്കാന്ന് പറഞ്ഞ ഈ പ്രൊവിഷൻസ് ഡെത്ത് പണിഷ്മെന്റ് ആയിട്ട് കിട്ടാവുന്നതോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാവുന്നതോ ആയ ഒരാൾക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പ്രിസൺ അണ്ടർ BNSS ആണ്. അപ്പോൾ പ്രിസൺ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് പ്രിസൺ ഇൻ ഇന്ത്യ നോക്കി, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നോക്കി, അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് പ്രിസൺസ് നോക്കി, പിന്നീട് അണ്ടർ ട്രയൽ പ്രിസണേഴ്സിന്റെ റിലീസിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.